എമ്പുരാനെ ബഹിഷ്കരിക്കാൻ പറയണതിൻ്റെ കാരണം എന്താണെന്നറിയോ? എന്തിനാ അങ്ങനെയൊക്കെ സിനിമയിൽ പറയാൻ പോണത്? 2002 നടന്ന കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? കാര്യം സത്യമാണെങ്കിൽ അതൊക്കെ വിളിച്ചു പറയാൻ പാടുണ്ടോ? സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഫിലിം കാണുമ്പോൾ ബഹിഷ്കരിക്കണം എന്ന് പറയാനായിട്ട് തോന്നും, അല്ലെങ്കിൽ അങ്ങനെ പറയും എന്നുള്ള കാര്യം സിനിമ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതായിരുന്നു. കാരണം കേരളത്തിൻ്റെ പൊളിറ്റിക്സിനെ പല രീതിയിലും പല പരാമർശിക്കുന്നുണ്ട്. കുറേയൊക്കെ സത്യങ്ങളാണ്, കുറേയല്ല, എല്ലാം സത്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പല പാർട്ടിക്കാർക്കും തോന്നിയേക്കാം ഇത് നമ്മളെ കൊള്ളിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ബഹിഷ്കരിക്കാനൊക്കെ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പടം ഫസ്റ്റ് ഷോ കാണാൻ പോയത്. ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യം, നമ്മുടെ പല എക്സ്പെക്റ്റേഷൻ ലെവൽ ഭയങ്കര പീക്കിലായിരുന്നു. സ്റ്റിൽ അതൊട്ടും കുറയ്ക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അത് നിരാശ ഉണ്ടാകുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം പടം അടിപൊളിയാണ്, നല്ല അടിപൊളി ഗംഭീര മേക്കിംഗ് ആണ്. ഇങ്ങനൊരു മേക്കിംഗ് ഉള്ളൊരു പടം വേറെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പടം മോശം പറയാനൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്, റിയലി ഗുഡ്. ആൻഡ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും, പ്രത്യേകിച്ച് മഞ്ജു വാര്യരുടെ ക്യാരക്ടറാണെങ്കിലും മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, കുറ്റം പറയേണ്ട ഒന്നുമില്ല. കാരണം ഫിലിം അങ്ങനത്തെ ഒരു മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓഫ് കോഴ്സ് ലൂസിഫർ എന്നുള്ള ഫിലിം അത് വേറെ തലത്തിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് കൊണ്ടും അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് അങ്ങനെ ഇറക്കുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ്. പൃഥ്വിരാജ് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലെവലിൽ കുറച്ച് മിസ്സിങ്സ് എവിടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഓഫ് കോഴ്സ് ശരിയാണ്. സ്റ്റിൽ പടം അടിപൊളിയാണ്. കാരണം മറ്റു പല കാരണങ്ങൾ കൊണ്ട് ആ നെഗറ്റീവ്സൊക്കെ നികന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ പടത്തിന് വേണ്ടി പറയാനായിട്ട്. പിന്നെ ഇങ്ങനത്തെ ബഹിഷ്കരണങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കുറേ ബഹിഷ്കരിച്ചിട്ടുള്ളതാണ്. പണ്ട് കുറേ പടങ്ങളൊക്കെ ബഹിഷ്കരിച്ചതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹിറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ കൂടുതൽ പടത്തിനെ ഹിറ്റാക്കുമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് എമ്പുരാൻ എന്ന ഫിലിം കണ്ടപ്പോൾ അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ക്യാരക്ടർ ആരാന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക.